ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ദശകം 90. കുറച്ചൊരു ആശ്ചര്യവും അതിശയവും ഒക്കെ എനിക്ക് സ്വന്തം തോന്നുന്നു. കാരണം 90 ദശകം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. 90ാമത്തെ പടവ് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, ഗുരുക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി, മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി, പരമേശ്വരൻ തിരുമേനിയുടെ സ്നേഹപൂർണമായിട്ടുള്ള നിർബന്ധത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം, പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് ഈ 90ാമത്തെ ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 90. വിഷ്ണു മഹത്വ സ്ഥാപനം. ഭൃഗഭൃഗുമുനി മോഹിന്യംബരീഷാദിവൃത്തേഷ്വയി തവ ഹി മഹത്വം സർവശർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗഭിന്നം കിമപി യദവഭാതം തദ്ധി രൂപം തവൈവ. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുഃ പരാത്മവപുരേവ സദാശിവോऽസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠവതസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹു ദാദാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാര ചേഷ്ടാദികശ്ച തവ ശങ്കരനാംനി മൂർത്തവും. തം ച ത്രിമൂർത്യധിഗതം പരപൂരുഷം ത്വാം സർവാത്മനാഭി ഖലു സർവമയത്വഹേതോ ശംസന്ത്യുപാസന വിധൗ തദപി സ്വതസ്തു തദ്രൂപമിത്യധിദൃഢം ബഹുനഃ പ്രമാണം. ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത് ത്വാമേവ മാനയതി യോ നഹി പക്ഷപാതി. ത്വന്നിഷ്ഠമേവ സഹി നാമസഹസ്രകാദി വ്യാഖ്യത് ഭവസ്തുതി പരശ്ച ഗതിം ഗതോന്തേ. മൂർത്തിത്രയാദികമുവാച ച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനശ്ച നിഷ്കളമസൗ പ്രണവേ ഖലു ത്വാമേവ തത്ര സകലം നിജഗാദ നാന്യം. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യത്തെ. ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂലിന. യത് ബ്രഹ്മകൽപൈഹ ഭാഗവതദ്വിതീയ സ്കന്ധോദിതം ബപുരനാവൃതമീശധാത്രേ. തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പുരാണസാരേ. യേ സ്വപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തെ തേഷാം ഫലം ഹി ദൃഢയൈവ തദീയ ഭക്ത്യാ. വ്യാസോ ഹി തേന കൃതവാനധികാരി ഹേതോ സ്കന്ധാദികേഷു തവ ഹാനിവചോർത്ഥവാദൈ. ബോധാർത്ഥകീർത്തിരനുവാദ വിരുദ്ധവാദൗ ത്രേതാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥ. സ്കന്ധാദികേഷു ബഹവോത്ര വിരുദ്ധവാദ ത്വത്താമസത്വപരിവ്യൂത്യുപശിക്ഷണാദ്യാഃ. യത്കിഞ്ചിദപ്യവിദുഷാഭി വിഭോമയോക്തം തന്മന്ത്രശാസ്ത്രവചനാദ്യഭിപൃഷ്ട ഏവ. വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത ക്ലേശാൻ വിധൂയ കുരു ഭക്തിപരംപരാത്മൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇവിടെ ഈ 90ാമത്തെ ദശകത്തില് വിഷ്ണു മഹത്വ സ്ഥാപനം, അതായത് വിഷ്ണുവിന്റെ മാഹാത്മ്യത്തെ, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ഭക്തജനങ്ങളോടുള്ള വാത്സല്യത്തെ, എല്ലാറ്റിനെയും കൂടുതൽ കൂടുതൽ ഉറപ്പിച്ച്, അരക്കിട്ട് ഉറപ്പിച്ച പോലെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഈ ദശകത്തില്. അപ്പൊ നമ്മള് 1ാമത്തെ ദശകത്തില്
4-ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലുല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ തസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജസ്തുത്കലാസ്വേവ ഭൂമൻ എന്നുള്ളത്. ആ ശ്ലോകം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾക്ക് ഇവിടെ നമുക്കത് കൃത്യമായിട്ട് കുറച്ചുകൂടി വ്യക്തമാക്കി തരാണ്. അപ്പോ ഓരോ സന്ദർഭങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതിവിടെ കവി സമർത്ഥിക്കുന്നത്. അപ്പോ മൃഗാസുരന്റെ കഥ നമ്മൾ കണ്ടു. മൃഗാസുരൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഭൃഗുമുനി സത്വഗുണം ആർക്കാണ് എന്ന് പരീക്ഷിക്കാൻ വന്ന ഭൃഗുമുനിയുടെ കഥ, മോഹിനി അവതാരത്തില് എന്താണ് സംഭവിച്ചത് എന്നുള്ള കഥ, അംബരീഷന്റെ കഥ, അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും ഭഗവാന്റെ വിജയം, അല്ലെങ്കിൽ ഭഗവാൻ അദ്വിതീയനാണ്, അല്ലെങ്കിൽ ഏറ്റവും പരമാത്മ ചൈതന്യം അത് മാത്രമാണ്, നിഷ്കളമായാലും സകലമായാലും ഏതു വിധത്തിലായാലും അത് തന്നെയാണ് മഹത്വമായത് എന്നുള്ളത് ഓരോ സന്ദർഭങ്ങളില് നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. ഇപ്പോ അമൃതമന്ഥനത്തിന്റെ സമയത്ത് ലക്ഷ്മി ഭഗവതിയുടെ ആ ശക്തി സ്വരൂപിണി ആ കഥ നമുക്ക് നല്ലപോലെ കൃത്യമായിട്ട് തന്നെ അറിയാം. അതുപോലെ ഗോവിന്ദാഭിഷേകത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഗോവർദ്ധന ഉദ്ധാരണ സമയത്ത്, അപ്പൊ ആ ഗോപന്മാരെയൊക്കെ അതുപോലെ പശുക്കളെയും ഒക്കെ പേമാരിയിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ അവിടെ ഇന്ദ്രവിജയമാണെന്നും ഇന്ദ്രനെ ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഗോവിന്ദൻ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ഗോവിന്ദ അഭിഷേകം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അവിടെ ഇന്ദ്രനെ അങ്ങനെ പല സന്ദർഭങ്ങളിലും ഇന്ദ്രവിജയം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ദ്രനെ ജയിക്കുന്നത്. അതുപോലെ തന്നെ നന്ദഗോപരെ വരുണലോകത്തേക്ക് കൊണ്ടുപോയി ആ കഥ നമുക്കറിയാം. അപ്പൊ അവിടെ വരുണനെ ജയിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോ വരുണ ഭഗവാൻ നേരിട്ട് വന്ന് പൂജിക്കുകയാണ് ഭഗവാനെ. അപ്പൊ അവിടെ വരുണനെ ജയിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ ദാവാഗ്നിയെ പാനം ചെയ്തത്, അപ്പൊ അവിടെ അഗ്നി ഭഗവാനെ ജയിച്ചു. പിന്നെ ശംഖചൂടൻ എന്ന കുബേരന്റെ സഹോദരനെ, അപ്പൊ കുബേരനെ ജയിച്ചു. അങ്ങനെ ഓരോ സന്ദർഭത്തിലും, അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള രാസക്രീഡയില് കാമനെ ജയിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ശിവനും ബാണയുദ്ധത്തിന്റെ സമയത്ത് ശിവഭഗവാനെ ജയിക്കുന്നത്, ആ ശിവശക്തി അത് നമ്മൾ കണ്ടതാണ് അവിടെ. പിന്നെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് എല്ലാ ദേവന്മാരെയും ജയിക്കുന്നതായിട്ട്, അപ്പൊ ഭാഗവതമാണല്ലോ സിദ്ധാന്തമായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഭാഗവതത്തില് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഭഗവാന്റെ മഹിമകളെയാണ് പറയുന്നത്. അപ്പൊ മറ്റ് ദേവതാ സങ്കല്പത്തെക്കാളും വിഷ്ണുവിനാണ് മഹത്വം എന്നുള്ളത് ഉറപ്പിച്ച് വളരെ ഉദാഹരണ സഹിതം, അല്ലെങ്കിൽ സംഭവങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നുകൊണ്ട് തന്നെ അത് വിശദീകരിക്കുകയാണ്. അപ്പോ ആ എല്ലാവരിലും സർവ ആത്മാവിന്റെയും ചൈതന്യമായിട്ടുള്ള ആ ഭഗവാൻ അത് അങ്ങ് തന്നെ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് അത് ഉറപ്പിച്ചു നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ശ്ലോകങ്ങളൊക്കെ. അപ്പൊ ആ ഒരു ചൈതന്യമാണ് ഇവിടെ ഞാൻ മുന്നിൽ കാണുന്നത് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവി ഈ സംഗതികളെ നമുക്ക് വീണ്ടും വീണ്ടും പ്രാധാന്യം എങ്ങനെയാണ് ആ പ്രാധാന്യം വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ ശൈവ വിശ്വാസികള്, അല്ലെങ്കിൽ ശക്തയന്മാര്, അങ്ങനെ ആ ശൈവന്മാര് അവര് പറയുന്നത് സദാശിവ പഞ്ചകം എന്നാണ്. അപ്പൊ അതില് എന്താണ്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈശ്വരൻ, സദാശിവൻ, അങ്ങനെ 5 ഭാവങ്ങളെയാണ് പറയുന്നത്. അപ്പൊ ഈ 5ഉം ഭാഗവത വചന പ്രകാരം അത് വിഷ്ണു തന്നെയാണ് എന്നാണ്. അപ്പൊ ഇവിടെ
സദാശിവൻ എന്നുള്ളത് പരമാത്മാവ്, ഈശ്വരൻ എന്നുള്ളത് വൈകുണ്ഠമൂർത്തിയായിട്ടാണ്. അപ്പൊ മറ്റു ത്രിമൂർത്തികള് അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം അങ്ങനെയുള്ള മൂന്ന് അവസ്ഥകൾക്ക് വേണ്ടി ഒരേ ശക്തിയുടെ 3 ഭാവങ്ങളായിട്ടാണ്. അപ്പോ എല്ലാം സാക്ഷാൽ എന്താണ്? പരമാത്മാവ്, ആ ബ്രഹ്മതത്വം, അത് ഭഗവാൻ തന്നെ, അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് തികഞ്ഞ വിഷ്ണു ഭക്തനായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഉറപ്പിച്ച് ഓരോ ശ്ലോകങ്ങളില് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. പിന്നെ ആ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് ഏറ്റവും സത്വഗുണപ്രധാനമായിട്ടുള്ള മൂർത്തിയെ അല്ലെങ്കിൽ ആ ഭാവത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന് സത്വഗുണമുണ്ട്, സത്വഗുണം വളരെ കുറഞ്ഞിട്ട്. അപ്പൊ എപ്പോഴും ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി എന്താണ്? സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് രജോ ഗുണം വേണം. അപ്പൊ രജോ ഗുണപ്രധാനിയാണ് ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന് സത്വഗുണം കുറച്ച് കുറഞ്ഞ് അല്ലെങ്കിൽ രജോ ഗുണം വളരെ കൂടുതലായിട്ടുള്ള ആ ഭാവമാണ് ബ്രഹ്മാവിന്റെ. ശിവന്റെ എന്താണ്? ശിവന് സത്വഗുണം ധാരാളമായിട്ടുണ്ട്, പക്ഷെ പ്രവൃത്തികള് ചിലപ്പോ തമോ ഗുണപ്രധാനമായിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് രൗദ്രകർമ്മങ്ങളായി മാറുന്നത്. അപ്പോ ഇത് ഓരോന്നിന്റെയും ഒന്നിന്റെ തന്നെ 3 ഭാവങ്ങൾ എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞു തരാണ്. അവിടെയും വിഷ്ണുവിന് മഹത്വം എന്ന് തന്നെയാണ് അവിടെ താല്പര്യപ്പെടുന്നത്. കാരണം സത്വഗുണത്തിന്റെ മൂർത്തി, അങ്ങനെയാണ് ആ ഭാവത്തെ നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ പല പ്രമാണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ശ്രുതി, പ്രത്യക്ഷം, ഐതിഹ്യം, അനുമാനം, അങ്ങനെ 4 പ്രമാണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രമാണങ്ങളിലെല്ലാം പറയുന്നത്, അവസാനത്തെ വാക്കായിട്ട് പറയുന്നത് ഇവിടെ വിഷ്ണുവിന്റെ മഹത്വത്തെ തന്നെയാണ് പറയുന്നത്. ഓരോ സന്ദർഭങ്ങളില് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തതും അമ്മയ്ക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തതും അതുപോലെയുള്ള അങ്ങനെ ഓരോ സംഗതികളെയും എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ എല്ലാം എത്തുന്നത്, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ പൂജകളും, എല്ലാ ധ്യാനങ്ങളും എത്തുന്നത് വിഷ്ണു ഭഗവാനിലേക്കാണ്. അപ്പോൾ വിഷ്ണുവിന്റെ മഹത്വത്തെ പറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആചാര്യസ്വാമികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആചാര്യസ്വാമികള് ഒരു ഈശ്വര തുല്യനായിട്ടുള്ള ഒരാളായിട്ടാണ് പറയുക. അദ്ദേഹം ഭഗവാനെ തന്നെയാണ് സകലന്മാരിൽ വെച്ചിട്ട് ഭഗവാനെയാണ് ബഹുമാനിക്കുന്നത്. അദ്ദേഹം ദേവിയെ പറ്റിയിട്ടും ശിവനെ പറ്റിയിട്ടും ഒക്കെ ധാരാളം സ്തോത്രങ്ങള് രചിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ, ആചാര്യസ്വാമികളുടെ അമ്മയുടെ അന്ത്യകാലത്ത് അമ്മയ്ക്ക് ആ മരണഭയം ഇല്ലാതെയാക്കുന്നതിന് ശിവഭുജംഗ സ്തോത്രവും വിഷ്ണു ഭുജംഗ സ്തോത്രവും നിർമ്മിച്ചു എന്നാണ്. അപ്പൊ ആ വിഷ്ണു ഭുജംഗ സ്തോത്രം ചൊല്ലിക്കേൾപ്പിച്ചിട്ടാണ് അമ്മ ശരീരം ഉപേക്ഷിച്ചത് എന്ന് ഇവിടെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും, ഏത് വിധത്തിലും നമുക്ക് മഹത്വം കൽപ്പിക്കുന്നത് എപ്പോഴും വിഷ്ണുവിനാണ് എന്നുള്ളതാണ്. അതുപോലെ പിന്നെ എല്ലാ പുരാണങ്ങളുടെയും എല്ലാറ്റിന്റെയും സംഗ്രഹം എല്ലാറ്റിലും പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ മഹാത്മ്യത്തെ തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ത്രിമൂർത്തികളുടെ സ്ഥാനമായിട്ടുള്ള സത്യലോകത്തില് 3 സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അതില് ഏറ്റവും ഉയർന്നത് വൈകുണ്ഠം. അപ്പൊ അവിടെ ശിവനും ബ്രഹ്മാവിനും ഒക്കെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അവിടെയും ഏറ്റവും പ്രധാന സ്ഥാനം പറയുന്നത് വിഷ്ണുവിന് തന്നെയാണ്. അതുപോലെ തന്നെ ഏത് പുരാണ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ പുരാണ സാരങ്ങളെ അതിലെല്ലാം പ്രതിപാദിക്കുന്നത് വിഷ്ണുവിന്റെ മഹത്വമാണ് എന്നാണ്. അപ്പൊ ഇവിടെ ശ്രീ മാധവാചാര്യര് ശിവഭക്തനാണെങ്കിലും പുരാണസാരം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തില് വിഷ്ണു ഭഗവാന്റെ മഹത്വത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏത് ദേവതാ സങ്കല്പത്തെ പൂജിച്ചാലും, ഏത് ദേവതാ സങ്കല്പത്തെ ധ്യാനിച്ചാലും അവിടെ പൂർണ്ണത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊരു ഭക്തനാണോ ദേവീ സങ്കല്പത്തിലോ അല്ലെങ്കിൽ ശിവസങ്കല്പത്തിലോ ഏത് സങ്കല്പത്തില് പൂജ നടത്തിയാലും അല്ലെങ്കിൽ ധ്യാനിച്ചാലും പ്രാർത്ഥിച്ചാലും അത് പൂർണ്ണമായിട്ട് അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ
എല്ലാവരും ഏറ്റവും അത്യന്തികമായിട്ട് പറയുന്നത് വിഷ്ണുവിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ അപ്പൊ അവർക്ക് ശിവഭക്തിയുള്ളവർക്ക് ഫലസിദ്ധി ഇല്ലാതിരിക്കുന്നില്ല. ദേവിയെ ഭജിക്കുന്നവർക്ക് സിദ്ധി കാര്യസാധ്യം ഇല്ലാതാവുന്നില്ല. എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇതൊക്കെ ഒരേ ശക്തിയുടെ വിവിധ ഭാവങ്ങളായിട്ട് മാത്രം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോ ശിവനെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ വിഷ്ണു ഭക്തനാണ് ശിവൻ എന്ന് പറയും. നമ്മൾ കണ്ടിട്ടുണ്ട് ആ പാലാഴിമഥനം കഴിഞ്ഞ് അവിടെ പാലാഴിമഥനത്തിന്റെ സമയത്ത് വിഷം വന്നപ്പോ അത് സേവിക്കാൻ തയ്യാറായത് പരമശിവനായിരുന്നു. അപ്പൊ വിഷ്ണു ഭഗവാനും അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഏൽപ്പിക്കാൻ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാള് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോ ഈ വിരോധങ്ങളോ അല്ലെങ്കിൽ വിവേചനങ്ങളോ ഒന്നും ഇതിലൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. അങ്ങനെ ഏതു വിധത്തില് പിന്നെ ഭട്ടതിരിപ്പാട് അവസാനം പറയാണ്, ഭഗവാനെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ ഗ്രന്ഥങ്ങളിലെ വായിച്ച് മനസ്സിലാക്കിയത്, ഓരോ ഗുരുനാഥന്മാര് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ വ്യാസൻ മഹാഭാരതം രചിച്ചത് മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്റെ മിടുക്കുകൊണ്ടല്ല, ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് ഗ്രന്ഥങ്ങളാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എല്ലാറ്റിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും തികഞ്ഞത് ഭക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഭക്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകവും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സമർപ്പിക്കുന്നത്. കാരണം ഏത് ദേവതാ സങ്കല്പത്തെ പൂജിച്ചാലും ധ്യാനിച്ചാലും, അല്ലെങ്കിൽ ഞാൻ ദേവീ ഭക്തനാണ്, ഞാൻ ശിവഭക്തനാണ് എന്നൊക്കെ പറഞ്ഞാലും അതിലൊക്കെ വേണ്ടത് എന്താണ്? ഭക്തിയാണ് അവിടെ ആവശ്യം. ഭക്തിയാണ് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒരു ഭക്തന്റെ. നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, എല്ലാ ക്ലേശങ്ങളെയും നീക്കിക്കളഞ്ഞ് എനിക്കുള്ള ക്ലേശങ്ങളെ മാറ്റി എന്നില് ഉറച്ച ഭഗവത് ഭക്തി എനിക്ക് ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകവും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചാലും എന്ന് പറയാം. അപ്പൊ ഭഗവത്ഗീതയിലും നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ യോ യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം എന്ന് ഭഗവത്ഗീതയിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ആ മനസ്സാണ് ഭഗവാൻ അർപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതുവരെയുള്ള ഓരോ ദശകങ്ങളിലും അത് തന്നെ നമുക്ക് ഉറപ്പിച്ചപ്പോ നാരായണീയ പഠനത്തിൽ കൂടി നമുക്ക് ആർജിക്കേണ്ടത് എന്താണ്? തികഞ്ഞ ഭക്തി. അതൊന്നു മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്. അപ്പൊ ഭക്തി ഉണ്ടാവുമ്പോ ആ ഭക്തിയിൽ കൂടി നമ്മൾ പല സംഗതികളും പഠിക്കാനും അങ്ങനെ കൂടുതൽ ആ നമ്മളിലെ ആ സാത്വിക ഭാവത്തെ വളർത്താനും നമുക്ക് സാധിക്കുകയാണ്. അങ്ങനെ ഭക്തി ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് ക്രോധം അല്ലെങ്കിൽ ദേഷ്യം, അസൂയ അങ്ങനെയുള്ള ഒരു വികാരങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. പിന്നെ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ എല്ലാം ഭഗവാനായി കാണാനുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്ക് ഉയരാനും ഭക്തി നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ചിന്തകൾ പോലും ശുദ്ധമായി തീരാണ്. അത് തന്നെയല്ലേ നമുക്കൊക്കെ വേണ്ടത് ഇനിയുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇത്രകാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓരോരുത്തരുടെ എന്താ പറയുക അതനുസരിച്ച് ഇനിയുള്ള ഇപ്പൊ ഈ നാരായണീയ പഠനത്തിൽ കൂടി നമുക്ക് അങ്ങനെയും ഒരു ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 90ാമത്തെ ദശകവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കാം. ഹരി ഓം.